ഇന്നലെ രാത്രിയുണ്ട് ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി വെച്ചിട്ട് ചോറുണ്ണാൻ വെച്ചിട്ട് ഗുരുവായൂരുന്ന് വന്നു. കഴിഞ്ഞിട്ട് ചോറുണ്ണാൻ വേണ്ടി ചോറുണ്ട്. ഭക്ഷണം കഴിച്ചോടുകൂടി ഈ മീനിൻ്റെ മുള്ളിൻ്റെ ചങ്കിലിരുന്നു. എത്ര വലിയ മുള്ളാന്ന് നോക്കൂ. അത് തന്നെ അതിൻ്റെ സൈഡിൽ കാണാല്ലേ ചോരയാണ്. അവിടെ നിന്ന് കൊണ്ട് ചോര കളർ കാണാല്ലേ, ചോരയാണ്. അത്ര ദൂരം എൻ്റെ തൊണ്ടയിലിരുന്നത്. തൊണ്ടയിലിരുന്നാൽ കൂടി കുഴപ്പമില്ല, ആ കുത്തിയിരുന്നിട്ട് എനിക്കൊരു വേദന സഹിക്കാൻ പറ്റണില്ല, എനിക്ക് വെള്ളം ഇറക്കാൻ പറ്റണില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നില്ല. രാത്രിയാകുമ്പോൾ ഒരു അവർ എനിക്ക് വിഷമവും സങ്കടം, കണ്ണിലെ വെള്ളമെല്ലാം വന്നു. ഞാൻ നേരം വെളുത്ത് ശരി ഹോസ്പിറ്റലിൽ പോകും, പക്ഷേ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. എപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല, എപ്പോഴും തൊണ്ട വേനച്ചുകൊണ്ടിരിക്കുക. ഈ മുള്ളിൻ്റെ തൊണ്ടയിൽ കുത്തിയിരുന്നിരുന്നു. ഇത്ര വലിയ മുള്ള് തൊണ്ടയിൽ കുത്തിരുന്ന് എന്താവും എന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ നോക്ക് ചോരയാണ് കാണുന്നത് ആ മുള്ളിനുണ്ട്. അത്ര ദൂരം ഈ മുള്ള് ഇത്രത്തോളം തൊണ്ടയുടെ ഉള്ളിൽ കയറിപ്പോയി. എന്നിട്ട് ഇത്ര തണ്ട് ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നത് കിട്ടുന്നില്ല. ഞാൻ ആലോചിച്ച് പോയി, ദൈവം ഈശ്വര, ഞാൻ തന്നിക്കല്ലുള്ളൂ, എന്തായാലും എൻ്റെ മുള്ളിൽ ഇരുന്നിട്ട് എന്താവും, എന്ത് സംഭവിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് കരച്ചിൽ വന്ന് കണ്ണിൽ നിന്ന് വെള്ളമെല്ലാം വന്നു. ഞാൻ ഗുരുവായൂരപ്പ കൃഷ്ണ 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 എന്ന് വിളിച്ചു. കൃഷ്ണനെ മാത്രം തന്നെ വിചാരിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കൃഷ്ണൻ്റെ കദളിപ്പഴം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരു കദളിപ്പഴം എടുത്ത് മുണുങ്ങി, പക്ഷേ വന്നില്ല. 2 കദളിപ്പഴം എടുത്ത് മുണുങ്ങി, വന്നില്ല. 3ാമത്തെ കദളിപ്പഴം എടുത്ത് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണ ഇത് എങ്ങനെയും ഈ മുള്ള് വരണിട്ട് എൻ്റെ കൃഷ്ണ നോക്ക്, ചോര കുത്തിയിരിക്കണതുണ്ട്, ചോരയുടെ അടയാളാണ് കാണും. ഞാൻ നോക്കിയപ്പോൾ ആ മുള്ള വന്നു. എനിക്കൊരു അതിശയമായി. പിന്നെ എനിക്ക് സൗണ്ടൊന്നുമില്ല, വർത്താനം പറയണമൊന്നും വയ്യ, കിടന്നു. അങ്ങനെ ഒരു അതിശയം ഇന്നലെ ഉണ്ടായത് എനിക്ക്. എൻ്റെ കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ ആ മുള്ള് നോക്ക്, ആ മുള്ളിൻ്റെ ഈ സൈഡാണ് കാണുന്നത്. എൻ്റെ തൊണ്ടയിൽ കുത്തിയിരുന്നിട്ടുള്ള ചോരയാണ് തൊണ്ടയിൽ. ഇപ്പോൾ തൊണ്ടവേദനയെ കാരണം ഭയങ്കര വേദന, സൗണ്ടൊന്നും ശരിക്കില്ല. ഇന്നലെ സംഭവിച്ചതാണിത്. ആ നേരത്തെ ഞാൻ രവേട്ടനെ ആലോചിച്ചത്. ദൈവമേ, മുള്ളു കുത്തിയപ്പോൾ രവേട്ടനുണ്ടെങ്കിലും എടുക്കാൻ പറയാമല്ലോ. രവേട്ടനും ഇല്ലല്ലോ, ഹോസ്പിറ്റലിലേക്ക് വിഷമമായി ഒരുപാട്. ഓക്കെ, ബൈ. ഇന്നലെ രാത്രിയുണ്ട് ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി വെച്ചിട്ട് ചോറുണ്ണാൻ വെച്ചിട്ട് ഗുരുവായൂരുന്ന് വന്നു. കഴിഞ്ഞിട്ട് ചോറുണ്ണാൻ വേണ്ടി ചോറുണ്ട്. ഭക്ഷണം കഴിച്ചോടുകൂടി ഈ മീനിൻ്റെ മുള്ളിൻ്റെ ചങ്കിലിരുന്നു. എത്ര വലിയ മുള്ളാന്ന് നോക്കൂ. അത് തന്നെ അതിൻ്റെ സൈഡിൽ കാണാല്ലേ ചോരയാണ്. അവിടെ നിന്ന് കൊണ്ട് ചോര കളർ കാണാല്ലേ, ചോരയാണ്. അത്ര ദൂരം എൻ്റെ തൊണ്ടയിലിരുന്നത്. തൊണ്ടയിലിരുന്നാൽ കൂടി കുഴപ്പമില്ല, ആ